അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് വരുന്ന റെസ്പോൺസാണ് അതിൻ്റെ ഒരു വലിയ തെളിവ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, എൻ്റെ വീഡിയോസിന് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം എനിക്ക് തോന്നുന്നു ഇന്നേ വരെ വീഡിയോ ഞാൻ ഇട്ട് തുടങ്ങിയതിന് ശേഷം വീഡിയോസിന് വന്ന കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യാണ്ട് ഇരുന്നിട്ടില്ല. കാരണം ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ അറ്റൻഷനും വാല്യുബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു അറിയുന്നതിൽ ഒരുപാട് സന്തോഷം മാത്രം. അപ്പോൾ ഇന്ന് നമുക്ക് യൂഫോർബിയ മിലിയാണ്. അപ്പോൾ യൂഫോർബിയ മിലി ഞാൻ മുന്നേയും നമ്മളുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നഴ്സറിയിൽ നിന്ന് കുറച്ച് പുതിയ മൂന്ന് വെറൈറ്റീസ് ഓക്കെ, നഴ്സറിയിൽ നിന്ന് എനിക്ക് 3 വെറൈറ്റീസ് ഓഫ് യൂഫോർബിയ മിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ യൂഫോർബിയ മിലീസിൻ്റെ പോട്ടിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബേബി പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് എന്ന് പറയുന്ന യൂഫോർബിയയുടെ ഷെയ്ഡാണിത്. നല്ല കൊലാന്ന് പൂക്കളാണ്. ഓക്കെ, അപ്പോൾ യൂഫോർബിയ മിലി ഈ ഒരു ടൈപ്പിന് ഇങ്ങനെ കൊലാന്നാണ് പൂക്കൾ. ഓക്കെ, ഒരു ബേബി പിങ്ക്, ഒരു ലൈറ്റ് പിങ്ക്, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഒരു വെറൈറ്റി ആ മില്ലിയിൽ, യൂഫോർബിയ മില്ലിയിൽ. രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ വെറൈറ്റി. അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. മൾട്ടി കളേഴ്സാണ്. ഓക്കെ, ഇതിൽ പിങ്ക് വിത്ത് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ചേർന്നിട്ടുള്ള നല്ല മൾട്ടി കളേഴ്സാണ്. പിന്നെ അടുത്ത ആളും ഒരു മൾട്ടി കളേർഡാണ്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ്. അടുത്ത ആൾ ഇയാളാണ്. ഇത് വരുന്നത് ഒരു പിങ്ക് വിത്ത് വൈറ്റ് ഷെയ്ഡ്. ഇതും മൾട്ടി കളേഴ്സ് തന്നെയാണ്, പിങ്ക് വിത്ത് വൈറ്റ് ഷെയ്ഡ്. അപ്പോൾ ഈ 3 യൂഫോർബിയയുടെ പോട്ടിംഗ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, പിങ്ക് വെറൈറ്റിയുടെ കട്ടിങ്സ് ആണ്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലും നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു കട്ടിങ്സ്. ഈ കട്ടിങ്സ് ഇതൊരു ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. കാരണം ഈ ഒരു പിങ്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഷെയ്ഡ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നഴ്സറിയിൽ ചെന്നപ്പോഴാണെങ്കിൽ അവരെടുത്ത് ഇതിൻ്റെ ഒരു സിംഗിൾ പോട്ട് ആയതുമില്ല. പക്ഷേ ആ സിംഗിൾ പോട്ടിന് ഒരുപാട് മദറാണ്, വലിയൊരു ചെടിയായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഫുള്ള് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കായിട്ടൊരു കട്ടിങ്സ് ചെയ്ത് തന്നതാണ്. ഈ കട്ടിങ്സ് ഒന്ന് നോക്കിക്കേ. ഇപ്പം ഞാൻ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒരുപാട് നേരം വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വെച്ച് കഴുകി കളയാവുന്നതാണ്. ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് തരാം. കണ്ടോ, ഇതിൻ്റെ ആ ഒരു സാപ്പ് കറ ഫുള്ള് പോയിട്ടുണ്ട്. കണ്ടോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വെച്ച് തുടച്ചെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറയൊക്കെ വറ്റി പോയിക്കോളും. അതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, പോട്ടിങ് ചെയ്യാം. ഓക്കെ, ഇത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് ഒരു സിംഗിൾ പീസാണ്. അപ്പോൾ ഈ സിംഗിൾ പീസ് വേണം ഇനി പോട്ട് ചെയ്ത് എനിക്ക് ഒരുപാടാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പീസ് അങ്ങനെ പോട്ടോട് കൂടെ തന്നെയാണ് കിട്ടിയത് കേട്ടോ. ഈ ഒരു വെറൈറ്റിയാണ് രണ്ടാമത്തത്. ഇതെനിക്ക് പോട്ടോട് കൂടെ തന്നെയാണ് കിട്ടിയത്. കണ്ടോ, ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. കുറച്ചും കൂടി വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല പിങ്ക് ആണ് മെയിൻ ആയിട്ടുള്ള പാച്ചസ്. അതിൻ്റെ ഇടയിൽ നല്ല വൈറ്റ് ആയിട്ടുള്ള പാച്ചസും കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആണ് ഒരു പോട്ടിങ് നമുക്ക് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ പോട്ടിങ് ഇയാളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നോക്കിക്കേ, അതിൻ്റെ തണ്ട് പോയി ഇവിടെയാണ് അതിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതിൽ വൈറ്റ് ആണ് മെയിൻ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ കുഞ്ഞതായിട്ട് സിന്ദൂരൊക്കെ വെതറിയ പോലെയുള്ള പിങ്ക് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇയാളാണ് തേർഡായിട്ട് റീപോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ. ഇത് ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത് കട്ട് ചെയ്തിട്ട് ഒരു 3-4 പീസാക്കിയിട്ട് പോട്ടിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും ലോങ് ആണല്ലോ, അപ്പോൾ നമുക്ക് അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, പോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ
നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇത്ര ഒരു വീതി വിസ്തീർണ്ണമുള്ളൊരു ചട്ടിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ആ ഒരു ലൈറ്റ് പിങ്ക് യൂഫോർബിയ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സോയിൽ നോക്കിക്കേ, നല്ല ബ്രൗൺ സോയിലാണ്. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നല്ല തരി തരിയാണ്, ചെറിയ ചെറിയ പെബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ചെറിയ പൊട്ട് കല്ലുകളൊക്കെ പെബിൾസ് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, നമ്മളുടെ ഗ്രോത്തിനൊന്നും അത് ഒരു രീതിയിലും ബാധിക്കില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മണ്ണെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഫെർട്ടിലൈസർ. ഇതാണ് നമ്മൾ ഫെർട്ടിലൈസർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഫെർട്ടിലൈസർ കാണിച്ചിരുന്ന സമയത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു, അത് സൂം ഇൻ ചെയ്ത് കാണിക്കാൻ പറ്റുമോ, അതെങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ എന്നൊക്കെ. അപ്പോൾ ഇതാ അത്യാവശ്യം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കുറേ മുത്തുമുത്ത് പോലത്തെ മണികൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ബാക്കിയുള്ള തരിതരി പൊടികളുമുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ മിക്സർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ബയോ പൊട്ടാഷ്, ചാണകപ്പൊടി, അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ്, ഇതിൻ്റെ എല്ലാം കൂടിയും ഒരു മിക്സ് ആയിട്ടുള്ള വളമാണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വളമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സോയിലിലോട്ട്. ഓക്കെ, ആ ഒരു പ്ലാന്റിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മതി. ഇപ്പോൾ യൂഫോർബിയ മിലി പോലത്തെ നമ്മളുടെ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സോയിലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ബ്രൗൺ സോയിലിൻ്റെ അല്ലെങ്കിൽ റെഡ് സോയിലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുത്തിട്ട് വളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് എമൗണ്ടിൽ കൊടുത്താൽ മതി. ഒരുപാട് വളത്തിൻ്റെ ആവശ്യം യൂഫോർബിയ മിലി പോലത്തെ ഫ്ലവറിങ് പ്ലാന്റ്സിന് ആവശ്യം നമുക്കില്ല. അതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളം ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഡിഗ് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ പ്ലാന്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ യൂഫോർബിയ മില്ലിയുടെ പോട്ടിങ് കഴിഞ്ഞു. അതിമനോഹരമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണത്. എല്ലാവരും ഈ ഒരു പോട്ടിങ് ട്രൈ ചെയ്യുക, നല്ല റിസൾട്ട് തരും കേട്ടോ. നമ്മളുടെ രണ്ടാമത്തെ പ്ലാന്റ് വെറൈറ്റി, ഇനി നമ്മളുടെ രണ്ടാമത്തെ പ്ലാന്റ് വെറൈറ്റിയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പോട്ടിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് നഴ്സറിയിൽ നിന്ന് ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ആ മണ്ണിൽ ഒരുപാട് വേറെ തരം അനാവശ്യ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതാണോ അൺവാണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാന്റ്സുകൾ ആ ഇതിലുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റീപോട്ടിങ് ചെയ്യാനായിട്ട്. മുന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ യൂഫോർബിയ മിലി കട്ട് ചെയ്യണമെന്ന്, ചെരിച്ച് കട്ട് ചെയ്യണം. അന്ന് കാണിച്ചതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഒന്നും കൂടി കാണിക്കാൻ പറ്റുമെന്ന്. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കറകൾ വരും കേട്ടോ. അപ്പോൾ ഈ കറകൾ മൊത്തം തീരുന്നത് വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ടത് റീപ്ലാന്റ് ചെയ്യുക. അല്ലെങ്കിൽ വെള്ളം വെച്ച് കഴുകി കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം റീപ്ലാന്റ് ചെയ്താലും മതി. ഇത്തരം പ്ലാന്റ്സുകൾക്ക് കെയർ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന മണ്ണോടുകൂടി അങ്ങനെ വെക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ എക്സെപ്ഷണലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2-3 പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് വേരോടെ ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇളക്കിയെടുത്ത് റീപ്ലാന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല എന്ന്. പക്ഷേ ഇത്തരത്തിലുള്ള കെയർ വളരെ കുറവ് വേണ്ടിയിട്ടുള്ള യൂഫോർബിയ മിലീസൊക്കെ നമുക്ക് ഇങ്ങനെ റീപ്ലാന്റ് ചെയ്താലും വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. അപ്പം നോക്കിക്കേ, ആ ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന് അതിൻ്റെ റൂട്ട് സെക്ഷനും അതല്ലാണ്ട് ഞാനൊരു വേറെ കട്ടിങ് കൂടി, അങ്ങനെ 2 കട്ടിങ്സ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. നമ്മളുടെ മൂന്നാമത്തെ ഷെയ്ഡാണിത്, ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്ന ആ വലിയ പ്ലാന്റ്. അപ്പോൾ ഈ വലിയ പ്ലാന്റിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 4-5 കട്ടിങ്സ് വരെ ഉണ്ടാക്കും കേട്ടോ. കാരണം ഇത് അത്രയും വലിയ ഒരുപാട് നീട്ടത്തിലുള്ള ഒരു സിംഗിൾ കൊമ്പായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്ന് എനിക്ക് ഏകദേശം ഒരു 5-6 കട്ടിങ്സോളം, 4-5 കട്ടിങ്സോളം എനിക്ക് എന്തായാലും
ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും റീപോർട്ട് ചെയ്യാം. ആ പ്ലാന്റിൻ്റെ തന്നെ നമ്മളുടെ റൂട്ട് സെക്ഷനാണിത്. ഇപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഇളക്കാണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് എനിക്ക് അങ്ങനെ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂഫോർബിയ മിലീസ് പോലുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ 2 രീതിയിൽ ആ ചട്ടിയിൽ നിന്ന് എടുത്ത് റീപോർട്ട് ചെയ്താലും നമുക്ക് വലിയ കുഴപ്പമില്ല, മെയിൻ്റനൻസ് വളരെ കുറവാണ്. അപ്പോൾ റീപോർട്ട് ചെയ്യാനുള്ള ചട്ടി റെഡി ആയിട്ടുണ്ട്. മണ്ണ് കുഴിച്ച് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ ലൈറ്റായിട്ട് മണ്ണൊക്കെ തട്ടി കൊടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫസ്റ്റ് നിങ്ങൾ റീപോർട്ട് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത ദിവസം ഇങ്ങനെ വെള്ളം കുറച്ചായിട്ട് ചുറ്റോറും ഇങ്ങനെ തളിച്ചു കൊടുക്കാനേ പാടും. അതും ആ റൂട്ട് സെക്ഷനിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതിൻ്റെ ചുറ്റും ഭാഗത്തും ആ ഒരു ബൗണ്ടറി സെക്ഷനിൽ പ്രത്യേകിച്ച് അങ്ങനെ തളിച്ചു കൊടുക്കുക. അപ്പോൾ യൂഫോർബിയ മിലിയുടെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ 4 പോട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം ഈ വൈറ്റിൽ എനിക്ക് ഒരുപാട് കട്ടിങ്സ് കിട്ടി കേട്ടോ. ഈ വൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഒരുപാട് കട്ടിങ്സ് എനിക്ക് വൈറ്റിൽ നിന്ന് കിട്ടി. ഒരു 1 2 3 4 കട്ടിങ്സോളാണ് വൈറ്റിൽ നിന്ന് കിട്ടിയത്. പിന്നെ ബാക്കിയുള്ള ചട്ടികളിൽ പിങ്കും അതേപോലെ പ്യുവർ പിങ്കും അതേപോലെ തന്നെ പിങ്ക് വിത്ത് ആ ഒരു യെല്ലോ ഷെയ്ഡുള്ളതും പൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂഫോർബിയ മിലി എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നിങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് വലിയ പ്ലാന്റ് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ വലിയ പ്ലാന്റ് നിങ്ങൾക്ക് ഒരുപാട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുത്തി കൊടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് കുത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതേപോലെ ഇരട്ടിപ്പിക്കാൻ പറ്റും, ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ഇത്തരം കളക്ഷൻസ്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഇപ്പോൾ ഇലച്ചെടികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഏത് തരം പ്ലാന്റ്സ് ആണെങ്കിലും ഒരുപാട് കൂട്ടത്തോടെ ഇങ്ങനെ വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി, അല്ലേ? ഒരു സിംഗിൾ പ്ലേസിൽ നമ്മൾ ഒറ്റയ്ക്ക് അത് വെക്കുന്നതും അതല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ കൂട്ടത്തോടെ വെക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര അതിനൊരു ബ്യൂട്ടി അതിൻ്റെ എൻഹാൻസ് ചെയ്യും, കൂടും, അതിൻ്റെ ഒരു ഭംഗി കൂടും. അതല്ലാണ്ട് തനിയെ ആണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അത്രത്തോളം നമുക്കത് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇലച്ചെടികളുടെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വലിയ തരത്തിലുള്ള പ്ലാന്റ്സും ഷ്രബ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സിംഗിൾ പീസായിട്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഭംഗി. ഞാൻ പറയുന്നത് അതല്ലാത്ത ഇലച്ചെടികൾ, ചെറുതായിട്ട് നിൽക്കുന്ന ഷോർട്ടായി നിൽക്കുന്ന ഇലച്ചെടികൾ, അതുപോലെ ഇത്തരം പൂക്കളുള്ളതൊക്കെ ഒരുമിച്ച് കൂട്ടത്തോടെ വയ്ക്കുന്നതാണ് അതിൻ്റെ ഭംഗി. പിന്നെ യൂഫോർബിയ മിലി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ചെടികളും ഇതേപോലത്തേക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് നമ്മളുടെ മുള്ളുള്ള തരത്തിലുള്ള ചെടികൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. പിന്നെ നമുക്ക് ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് അത് എക്സ്പീരിയൻസ്ഡ് എന്നുള്ളൊരു സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കറിയാം ആ ചെടി ഏത് പൊസിഷനിൽ പിടിക്കണം, ഏത് പൊസിഷനിൽ ഹാൻഡിൽ ചെയ്താൽ അത് നമുക്ക് നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ യൂഫോർബിയ മിലിയുടെ കേസിലും നല്ല മുള്ളുകളാണ്, തോൺസാണ്. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പ്ലാന്റ്സിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഗ്ലൗസ് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എടുത്തിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് ഒരുവിധം നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയി ഈ ഒരു പ്ലാന്റ്സിൻ്റെ കറ നമ്മളുടെ കയ്യിലാവാണ്ട്, അതുപോലെ മുള്ളധികം കൊള്ളാണ്ട് വളരെയധികം നമ്മൾ യൂസ്ഡ് ആയി
അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് ഗ്ലൗസും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ കഴിഞ്ഞൊരു യൂഫോർബിയയുടെ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ ആരോ ഒരാൾ 2-3 പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഇതിൻ്റെ മുള്ള് കൊണ്ടാൽ പ്രശ്നമാവില്ലേ, ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടുകൂടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്കുള്ളൊരു റിപ്ലൈ ആണ്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും ഗ്ലൗസും കാര്യങ്ങളും അങ്ങനെ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് വേണം ഇത്തരം പ്ലാന്റ്സുകൾ പ്ലാന്റ് ചെയ്യാൻ. ഇത്തരം എന്നല്ല, ഇങ്ങനെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, മുള്ളുള്ളതും അതുപോലെ അതിൻ്റെ കറ തട്ടിയാൽ ഇറിറ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കണം. ഒരുപാട് പേര് പിന്നെ കമൻറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോട്ടിങ് ഒരുപാട് ഇപ്പോൾ ഗാർഡൻ ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് വളരെ വളരെ കുറവാണ്. ജസ്റ്റ് അവർ ചട്ടിയെടുത്ത് പോട്ട് ഇതാണ് മിക്സ്, പോട്ട് ചെയ്യുന്നു പോകുന്നു എന്നുള്ളതല്ലാണ്ട്, എന്തിനോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്നല്ലാണ്ട് ഇത്രയും ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മളുടെ പോട്ടിങ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ അത് പ്ലാന്റ് ലവേഴ്സിന് പ്രത്യേകിച്ച് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് ചെയ്യുമ്പോഴേ അത് അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന രീതിയിൽ എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ റിപ്ലൈസ് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ ഹാപ്പിയാണ്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ നമ്മളുടെ മുന്നത്തെ വീഡിയോസിലും പിച്ചകം, ആ ഒരു ആർച്ചിനോട് ചേർന്ന് വളർത്തുന്ന പിച്ചകത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ആർച്ച് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്, ആ ആർച്ചിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ കാണിക്കും. നമുക്ക് എല്ലാം കൂടിയും ഒരൊറ്റ സ്ട്രെച്ചിന് നമുക്ക് ഇടുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഞാൻ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് റെപ്പിറ്റേറ്റീവ് ആവാൻ പാടില്ല. ഇപ്പോൾ ഞാൻ യൂഫോർബിയയുടെ മുന്നേയും ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നും ഇതെങ്ങനെ വ്യത്യസ്തമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ തരം വെറൈറ്റീസാണ്. അപ്പോൾ വെറൈറ്റീസ് പരിചയപ്പെടുത്തുക, അതുപോലെ അതിൻ്റെ ഹാൻഡ്ലിങ്, അന്നത്തെ ആ വീഡിയോയിൽ ഞാനത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നു, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈയും കൂടി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതും. പിന്നെ നഴ്സറി പോയിട്ട് പുതിയ യൂഫോർബിയയുടെ കളക്ഷൻസ് അതിനായിട്ട് ഞാൻ വാങ്ങി ഇതിൻ്റെ പോട്ടിങ് നിങ്ങൾക്ക് കാണിച്ചു തന്നതും. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ യൂഫോർബിയ മിലി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സിന് സൺലൈറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6 to 8 hours, 6 മുതൽ 8 മണിക്കൂർ വരെ സൺലൈറ്റ് കിട്ടിയേ പറ്റൂ. അത് കഴിഞ്ഞ് പിന്നെ അത് ഷെയ്ഡിലാണെങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ആ ഒരു സോയിൽ നിൽക്കുന്ന ഏരിയ വെറ്റല്ല, നനവില്ല എന്ന് കണ്ടാൽ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഡെയിലി ബേസിസിൽ നനയ്ക്കേണ്ട ഒരു പ്ലാന്റേ അല്ല യൂഫോർബിയ മിലി എന്ന് പറയുന്നത്. ഒരുപാട് വളങ്ങൾ ഇടേണ്ട പ്ലാന്റുമല്ല. ഇയർലി വൺസ് ഓർ ട്വൈസ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വളത്തിൻ്റെ മിക്സ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ അത് വളരെ ഇനഫാണ് അതിന്. അതേപോലെ തന്നെ മണ്ണ്, ഞാൻ ആ കാര്യം പ്രത്യേകം പറയണം, ഇത് നടുന്ന ചട്ടിയിൽ ഈർപ്പം കെട്ടി നിൽക്കാൻ പാടുന്നില്ല. അതായത് നനവ് ഒരുപാട് കെട്ടി നിൽക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇത് പ്ലാന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ താഴ്ഭാഗം ചീഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ താഴ്ഭാഗം ചീഞ്ഞു പോവുകയും ചെയ്യും, പ്ലാന്റും നാശമായി പോകും. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ചാനലിലൂടെ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ വരുന്ന ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഒരുപാട് പേര് പറയും യൂഫോർബിയ മിലി ഉണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് ചീഞ്ഞു പോകണം. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതായത് നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്ന ആ ചട്ടിയിൽ ഈർപ്പം കെട്ടി നിൽക്കാൻ പാടില്ല, നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലായിരിക്കണം. ഓവറായിട്ട് അത് ഫെർട്ടിലൈസ് ചെയ്യാനും പാടില്ല, ഓവറായിട്ട് വളമിട്ടത് വൃത്തികേടാക്കാനും പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ സോയിൽ ഡ്രൈ ആയെന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നനച്ചു കൊടുത്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ യൂഫോർബിയ മിലി നല്ല രീതിയിൽ തന്നെ പൂവ് നിങ്ങൾക്ക് നൽകും.
മഴക്കാലം അടക്കം ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് എക്സ്ട്രീം മഴയായിരുന്നു അല്ലേ? കേരളത്തിൽ കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 6 മാസത്തോളം കണ്ടിന്യൂസ് 6-7 മാസത്തോളം കണ്ടിന്യൂസ് മഴ കിട്ടിയൊരു വർഷമായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അത്ഭുതത്തോടെ ഈ പൂക്കളെ നോക്കിയിട്ടുണ്ട്. കാരണം മറ്റെല്ലാ പൂക്കളും മഴക്കാലമാവുന്ന സമയത്ത് എന്താ ചെയ്യുക, ഒരുവിധം എല്ലാ പൂക്കളും മഴക്കാലമാകുമ്പോഴത്തേനും പോവും. പക്ഷേ യുഫോർബിയ മിലി ആ ഒരു ടൈമിലും അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ പൂവിട്ടു എന്നുള്ളത് ഭയങ്കര ഒരു എന്നൊരു വണ്ടർ അടുപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഈ പൂക്കൾ നമുക്ക് ജസ്റ്റ് ഒരു കെയർ, അതുപോലെ തന്നെ ചെറിയ നമ്മളുടെ ഒരു സേഫ്റ്റി, അതുപോലെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്, കറ കണ്ണിലാവുക. കണ്ണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ണിലൊക്കെ ആവുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ കേസാണ് ഇതിൻ്റെ കറ. അപ്പോൾ അങ്ങനെ സപ്പോസ് ആയിക്കഴിഞ്ഞാൽ കണ്ണ് നന്നായിട്ട് വെള്ളം വെച്ച് കഴുകണം. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ റബ്ബ് ചെയ്ത് വൃത്തികേടാക്കരുത്. അപ്പോൾ കണ്ണിലൊക്കെ ഇതിൻ്റെ സാപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വെച്ച് കഴുകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മുള്ള് നമ്മളുടെ സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലവർക്ക് മാത്രം, സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ മാത്രം ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവും. അത് പോകുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ നമുക്കങ്ങനെ ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇത് അകത്ത് ചെല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ സാപ്പ്, ഇതിൻ്റെ കറ ഉള്ളിലോട്ട് അതൊന്നും വളരെ റെയർ, അതൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ, എനിക്കൊരു മോളുണ്ട്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഉള്ളിൽ പോകാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതല്ലാണ്ട് ഈ ചെടിക്ക് പറഞ്ഞു വരുത്തുന്ന ഒരുപാട് വിഷമാണ്, പോയ്സൺ ആണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ ഒരുപാടുണ്ട് ഈ ചെടിക്ക്. അപ്പോൾ അതൊന്നും ഉള്ളതല്ല. അപ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആളെന്ന രീതിയിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഫീഡ്ബാക്കാണ്. അപ്പോൾ ഈ വ്ളോഗ്, ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, വെറുതെ നട്ട് പോകാമെന്നുള്ള അല്ലാണ്ട് നിങ്ങൾക്കൊരു ആഡഡ് എക്സ്ട്രാ ഇൻഫർമേഷനും കൂടി എപ്പോഴും ഞാൻ തരാൻ നോക്കാറുണ്ട്. അപ്പോൾ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ടാറ്റാ.